നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന നാലാമത്തെ ട്രെയിനായ ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറിൽ നിന്നും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് പോകുന്ന നവയുഗ് എക്സ്പ്രസിന്റെ മൂന്നാമത്തെ ഭാഗമാണിത്. ഈ ട്രെയിനിലെ ഞങ്ങളുടെ നാലാമത്തെ ദിവസമാണ്. ട്രെയിൻ ഇപ്പോൾ 6 മണിക്കൂറിനടുത്ത് ഡിലേ ആയി ആന്ധ്രാപ്രദേശിലെ ഗുഡൂർ ജംഗ്ഷനിലേക്ക് എത്തി. 7:10 ഇതിപ്പോ ഡിലേ ആയതുകൊണ്ട് കാണുന്ന സ്റ്റേഷനിലൊക്കെ നിർത്തിയിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്നത് നേരെ റേണിഗുണ്ട, തിരുപ്പതി, ചിറ്റൂർ ലൈനിലേക്കാണ്. മറ്റൊന്നുള്ളത് നേരെ സുലൂരുപേട്ടെ, ചെന്നൈ. ഗുഡൂർ ജംഗ്ഷൻ ഇതാണ് ചെന്നൈയിലേക്കുള്ള ലൈൻ. ഗുഡൂരിൽ നിന്നും റേണിഗുണ്ട ഭാഗത്തേക്ക് പോകുന്ന റൂട്ട് അടിപൊളിയാണ്. വലിയ മലനിരയൊക്കെയാണ് ഇവിടെ. ഈ താഴെ ഭാഗത്ത് കൃഷിപ്പാടവും. ഒരു 10 കിലോമീറ്റർ കൂടിയുണ്ട് റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക്. എറണാകുളം മില്ലേനിയം എക്സ്പ്രസ്. എറണാകുളത്ത് നിന്ന് ഇന്നലെ രാത്രി, അതായത് ശനിയാഴ്ച രാത്രി പുറപ്പെട്ട വണ്ടിയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം ഇത് ഹസ്രത്ത് നിസാമുദ്ദീനിലെത്തും. ഈ നടന്നു പോകുന്നവരില്ലേ, ഇവരാണ് ട്രാക്ക് മാൻ. ഇവരിങ്ങനെ കിലോമീറ്ററുകളോളം നടക്കും. ട്രാക്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരാണ് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. ശരിക്കും ഒരുപാട് കഷ്ടപ്പാടുള്ളൊരു പണിയാണിത്. എത്ര കിലോമീറ്ററുകൾ ദിവസേന നടക്കണം. ട്രെയിൻ ഇപ്പം ഇതാ ഔട്ടറിൽ നിർത്തി. കഴിഞ്ഞ ദിവസങ്ങളിലായി ഞങ്ങൾ ജാക്കറ്റൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് കയറി തണുപ്പ് കുറഞ്ഞു വരികയാണ്. ഇന്നലെ രാവിലെയൊക്കെ നല്ല തണുപ്പായിരുന്നു അല്ലേ? നല്ല തണുപ്പായിരുന്നു. അതായത് ഇറ്റാർസി ഭാഗത്തും പിന്നെ തലേദിവസം പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ടീഷർട്ടിന്റെ ഉള്ളിൽ തന്നെ പുറത്ത് നമ്മളെ സെറ്റർ ഇട്ടു, ജാക്കറ്റ് ഇട്ടു, ഒന്നും പറയണ്ട. നമ്മളെ കയ്യിൽ പിന്നെ എന്താ പറയാ ഗ്ലൗസ് ഒന്നുമില്ല, എങ്കിലും കൈ പോലും എന്താ പറയാ ഫോണിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര തണുപ്പ്. അതെ, പ്രത്യേകിച്ച് ഈ ശൈത്യകാലത്ത് സ്ലീപ്പർ ക്ലാസ്സിലെ യാത്രയില്ല, അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ലൈനില്ലേ, ഇത് കടപ്പ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അവിടെ ഒരു വണ്ടി വെയിറ്റിംഗിലാണ്. മുംബൈ LTTന്ന് കാരയ്ക്കലിലേക്ക് പോകുന്ന എക്സ്പ്രസ്. ഇവിടുന്ന് നേരെ കാണാം. റേണിഗുണ്ട ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. എട്ട് 36 റേണിഗുണ്ട ജംഗ്ഷൻ. ഇവരൊക്കെ നീ ഓരോരോ കോച്ചുകളിലേക്കായിട്ട് കയറും. ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോകുന്ന നവയുഗ് എക്സ്പ്രസിന്റെ നമ്പർ 167-88 നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് ഇതൊന്നുമല്ല, S5 ആണ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. രാവിലെ ഇവിടെ തന്നെ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിക്കാം. ഒന്നുകിൽ ഇവിടുന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ തിരുപ്പതിയിൽ നിന്ന് വാങ്ങിക്കാം. ഇഡ്ഡലി വടയുണ്ട്, ദോശയുണ്ട്, പിന്നെ ഫ്രൂട്ട്സ്, പഴമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കോച്ച്. എനിക്ക് ഈ ഒരു ടൈപ്പ് കോച്ച് ഇഷ്ടമേ അല്ല. ഇത് 2019 മെയ്ഡ് കോച്ചാണ്. ഇവിടുന്ന് വാട്ടറിംഗ് ഒക്കെ ഉണ്ട്. 10 മിനിറ്റാണ് ഇവിടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഞങ്ങൾ ഇവിടുന്ന് ഓരോ ബദാം മിൽക്ക് വാങ്ങിച്ചു. റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വലിയ വളവാണ്. ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് നിലവിലിപ്പോൾ ഈ റോഡിന്റെ WAP7 ആണ്. കട്ടറ മുതൽ ഇത് തന്നെയായിരുന്നു. മുന്നിലാകെ 2 അൺറിസർവ്ഡ് കോച്ചുകളാണുള്ളത്. പുറകിൽ 2 എണ്ണം. 6 സ്ലീപ്പർ ക്ലാസ് ആണ് ആകെ. 2 തേർഡ് AC എക്കണോമി, 3 തേർഡ് AC, 2 സെക്കൻഡ് AC. അങ്ങനെയാണ് ഇതിൻ്റെ കോച്ചുകളുടെ കണക്ക്. ഈ ഭാഗത്താണ് പാൻട്രി കോച്ച്.
ഈ ഒരു വളവ് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ട്രെയിൻ ഇപ്പോൾ തിരുപ്പതിയിലേക്ക് എത്തുകയാണ്. ഈ ട്രെയിനില്ലേ, ഇതാണ് നമ്മുടെ തിരുപ്പതി കൊല്ലം എക്സ്പ്രസ്. ഇത് തന്നെയാണ് റേക്ക് ഷെയറിംഗ് ആയിട്ട് നർസാപൂരിലേക്കും പോകുന്നത്. ഇതിൽ ഈ കോച്ചിൻ്റെ ഭാഗത്ത് മുഴുവനും മാലകളൊക്കെയാണ്. പകുതി ഉണങ്ങിപ്പോയി. സ്റ്റേഷനിലേക്ക് ഇനി 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. തിരുപ്പതിയിൽ വെളുപ്പിന് 3:15 എത്തേണ്ടത്. ഇപ്പോൾ 9:15. അതായത് കറക്റ്റ് 6 മണിക്കൂറാണ് ഇപ്പോഴും വണ്ടി ഡിലേ. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ പോകുന്നത്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണമാണ് ഈ കാണുന്നത്. ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷനായി മാറുകയാണ്. എന്തായാലും കുറച്ച് വർഷങ്ങളെടുക്കും. ഇത് ഒരു സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടങ്ങളൊക്കെ ഈ ഭാഗത്തേക്കാണ് വരുന്നത്. 2 തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ട്രെയിനാണിത്, തിരുപ്പതി പുരി എക്സ്പ്രസ്. ഞങ്ങൾ തിരുപ്പതി എത്തിയിട്ട് രാവിലത്തെ ഭക്ഷണം വാങ്ങിക്കാനാണ് പ്ലാൻ ഉണ്ടായത്. ഇവിടെ ഭക്ഷണമൊന്നും വരുന്നില്ല. അതെപ്പോഴും അങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരു ചായ പോലും ഈ ഭാഗത്തേക്ക് വരുന്നില്ല. ഇതിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ചിറ്റൂരാണ്. പിന്നെ ഇവിടെയുള്ളത് തിരുപ്പതി ഭുവനേശ്വർ എക്സ്പ്രസ് ആണ്. ട്രെയിൻ ഏകദേശം പുറപ്പെടാനുള്ള ഒരു സമയമായി. തിരുപ്പതി ഇതാ ട്രെയിൻ എടുത്തു. WDG4. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു സൈഡ് ലോവർ ഉണ്ട്. ഞങ്ങളുടെ ബർത്ത് അവിടെ തന്നെയാണ്. ഇതൊക്കെ വേക്കൻ്റ് ആയിരുന്നു. ഇപ്പം മിക്കവാറും കാട്ട്പാടിയൊക്കെ എത്തുമ്പോഴേ ആൾക്കാർ മിക്കവാറും കയറുള്ളൂ അല്ലേ? കാട്ട്പാടി ഒരുപാട് ദീർഘദൂരത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇറങ്ങി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂണ്ട് കോട്ടയൊക്കെ ആക്കി ചിലപ്പോൾ തമിഴ്നാടൊക്കെ എത്തുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ട്രെയിൻ ഇപ്പോൾ പക്കാല ജംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇത് അത്യാവശ്യത്തിന് വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. പക്കാല ജംഗ്ഷനിൽ വണ്ടി നിർത്തി. ഒരു വണ്ടി വരാനുണ്ട്, കാരണം ഇത് സിംഗിൾ ലൈനാണ്. വിഴുപുരം തിരുപ്പതി എക്സ്പ്രസ്. ഈ സമയത്ത് നമ്മൾ എവിടെ എത്തേണ്ടതാണല്ലേ? ഈ റോഡ് കഴിഞ്ഞിട്ട് കരൂർ എത്തേണ്ട സമയമായി. ഇനി മിക്കവാറും തിരുനെല്ലി എത്തണമെങ്കിൽ പാതിരാത്രിയാവും. എനിക്ക് തോന്നുന്നു ഒരു 11 മണി ആവുമോ? ആപ്പിൽ കാണിക്കുന്ന 11 മണിയാണ്. പക്ഷെ ഇത് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പല സ്ഥലത്തും നിർത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ മാത്രമല്ല. കാരണം വെച്ചാൽ ഇപ്പൊ ക്രോസിങ്ങിന് വേണ്ടി, പിന്നെന്ന് വെച്ചാൽ സിഗ്നലിന് വേണ്ടി അങ്ങനെ നിർത്തും. പിന്നെന്ന് വെച്ചാൽ 5 മിനിറ്റ് സ്റ്റോപ്പ് പറഞ്ഞ സ്ഥലത്ത് 5 10 മിനിറ്റ് 15 മിനിറ്റ് എല്ലാം നിർത്തുന്നുണ്ട്. നേരത്തെ തിരുപ്പതി അങ്ങനെയാണ് നിർത്തിയത്. അതായത് വഴിതിരിച്ച് വിട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമാണല്ലേ ഇത്? ഇനിയിപ്പോ ഈ റോഡ് പോയിട്ടുണ്ട്. അവിടെ നമ്മളെ ലോക്കോ റിവേഴ്സ് ഉണ്ട്. അത് 10 മിനിറ്റാണ് പറഞ്ഞത്. മിക്കവാറും അത് അരമണിക്കൂറാവും. അങ്ങനെ ടൈം പോയി. പിന്നെ ലാസ്റ്റ് എത്താനാകുന്ന സമയത്ത് കുറച്ച് സ്ലാക്ക് ടൈം ഇല്ലതുകൊണ്ട് മാത്രമാണ് ഒരു ആശ്വാസം. പക്കാല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു വളവാണ്. ഈ തിരുപ്പതി ചിറ്റൂര് ലൈനക്കില്ലേ, നല്ല മലനിരകളാണ് കൂടുതലും. എവിടെ നോക്കിയാലും നല്ല നല്ല കാഴ്ചകൾ. ഈ ചിറ്റൂര് റെയിൽവേ സ്റ്റേഷൻ സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിൻ്റെ കീഴിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കാട്ട്പാടിയൊക്കെ സദേൺ റെയിൽവേയിലായി. ആന്ധ്രാപ്രദേശിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ ചിറ്റൂർ 10:44 ഇപ്പോൾ. ചിറ്റൂരിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടൊന്നും കയറാൻ അധികം ആൾക്കാരേ ഇല്ല. ഇന്ന് വലിയ വെയിലൊന്നുമില്ല. ആകെ ഒരു മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇനിയിപ്പോൾ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് തമിഴ്നാട്ടിലെ കാട്ട്പാടി. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിൻ ആകെ 11 സ്റ്റേറ്റ് വഴിയാണ് കടന്നു പോകുന്നത്. ജമ്മു കാശ്മീരിൽ തുടങ്ങിയല്ലോ, ശേഷം പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഫൈനലി തമിഴ്നാട്. ട്രെയിൻ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തി. ഇത് ചെന്നൈ അറക്കോണം ഭാഗത്തുനിന്ന് വരുന്ന ലൈനാണ്. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. 11:26. ഈ തമിഴ്നാട്ടിലെ തന്നെ വളരെയധികം വൃത്തിയില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. പ്രധാനമായും ഈ ബീഹാറിലേക്കും ആസാമിലേക്കൊക്കെ ഒരുപാട് വണ്ടികളുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരുപാട് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിവിടുന്ന് രാവിലെ കഴിക്കേണ്ട ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ കളഞ്ഞ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഹിമസാഗറിൽ പോകുന്ന സമയത്ത് ഇഡ്ഡലി വടയൊക്കെ വാങ്ങിച്ച് ഒന്നിനും
കഴിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള ഭക്ഷണമായിരുന്നു അത്. കാട്ട്പാടിയിൽ 5 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. ഇവിടുന്ന് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് പോകുന്നൊക്കെ കാണാം. രാവിലെ കഴിക്കേണ്ട വീട്ടിലെ വഴിയുണ്ട്. ട്രെയിൻ ഇവിടുന്ന് സിഗ്നൽ കിട്ടി. ശരിക്കും പറഞ്ഞാൽ രാവിലെ റേണികൊണ്ട തിരുപ്പതി ഭാഗത്തുനിന്ന് നമുക്ക് ഫുഡ് കിട്ടിയില്ലല്ലോ. ശരിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വാങ്ങാം, ഒരുപാട് ഫുഡൊക്കെ അവൈലബിൾ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വാങ്ങാത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാശ്മീരൊക്കെയുള്ള യാത്ര വെച്ചിട്ട് ഇവിടെ നിമസാറിൽ ഇഡലി വട വാങ്ങി ഒരു എന്താ പറയുക, ഒന്ന് വായിൽ പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തോ ഒരു സാമ്പാറൊക്കെ എന്തോ ഒരു പച്ചവെള്ളം പോലത്തെ സാധനം, ഇഡലി ഭയങ്കര പുളിപ്പല്ലേ അല്ലേ, പുളിപ്പ് വാങ്ങിയിട്ട് അതേപോലെ കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. അതെ, ഫുഡും പോയി അന്ന് പൈസയും പോയി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് എന്താ പറയുക വാങ്ങാതിരുന്നത്. തിരുവണ്ണാമലൈ വഴി വിഴുപുറത്തേക്ക് പോകുന്ന ലൈനാണിത്. നമ്മൾ നേരെ ജോളാർപേട്ട ഭാഗത്തേക്കുള്ള ലൈനിലേക്ക് കയറി. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന കോച്ച് ഒരു മോശം കോച്ചാണ് ഞാൻ പറഞ്ഞില്ലേ. ഈ ഭാഗമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടാണുള്ളത്. കണ്ടതാ, ഈ ഒരു വെള്ളം വെക്കുന്നൊരു ഭാഗമാണ്. ട്രെയിൻ ഇപ്പം 120 km/h സ്പീഡിലാണ് പോകുന്നത്. അതിലൂടെ ഒരു ട്രെയിൻ പോകുന്നത് കാണാം. SMVT ബംഗളൂരു ധനാപൂർ സംഘമിത്ര എക്സ്പ്രസ്. ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണിപ്പോൾ. ബംഗളൂരു NGR ചെന്നൈ സെൻട്രൽ വെസ്റ്റ് കോസ്റ്റ്. ഇതിപ്പോൾ അടുത്ത് തന്നെ LHPയിലേക്ക് മാറും. ഒരു കൂട്ടം ആടിനെ കാണാം ഇവിടെ. ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് അത് പോകുന്നത്. Your attention please. Train number 1678 Sri Mata Vaishno Devi Katra Tirunelveli Express via ജോളാർപേട്ടയിൽ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. നമുക്കിവിടുന്ന് വട വാങ്ങിക്കാം. 2 പ്ലേറ്റ് വട വാങ്ങിച്ചോ. ഒരു പ്ലേറ്റില് 4 വടയാണ് ഉള്ളത്. കൂടാതെ തന്നെ ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്. ഈ ഒരു പ്ലേറ്റിന് 60 രൂപയായി. ഇതിന്റെ അകത്തൂടെ തന്നെ പൈനാപ്പിൾ വെക്കുന്നുണ്ടായിരുന്നു. 2 പാക്കറ്റ് പൈനാപ്പിൾ വാങ്ങിച്ച് ഒരെണ്ണത്തിന് 20 രൂപയാണ്. പിന്നെ ഇതിന്റെ അകത്തേക്ക് തന്നെ എരിവൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പൊ കഴിക്കാൻ നല്ല രസമാണ്. നമ്മൾ ആകെ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മളുണ്ടല്ലോ തിരുനെൽവേലി എത്തിയ ശേഷം തിരിച്ച് കേരളത്തിലേക്ക് പോകാൻ വേണ്ടി, അതായത് പാലക്കാടേക്ക് പോകാൻ വേണ്ടി നമ്മൾ തൂത്തുക്കുടിയിൽ നിന്ന് വരുന്ന ഒരു വണ്ടിയില്ല പാലരുവി, അത് റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 11 മണിക്കാണ് തിരുനെൽവേലിയിൽ നിന്ന്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു ആഴ്ചയല്ല, അതിന് മുന്നേയുള്ള ആഴ്ച മൊത്തം ഈ നവീക എക്സ്പ്രസ് ഓൺ ടൈം ആയിട്ട് തന്നെ തിരുനെൽവേലി എത്തും. അതായത് വൈകിട്ട് ഒരു 6:30 അവിടെ എത്താറുണ്ട്. അതുപോലെ തന്നെ ഈ ഡൈവേർട്ട് ആയതിനു ശേഷമുള്ള ആ ഒരു 2 ആഴ്ച സമയത്തും വൈകിട്ടൊരു അത്ര 2-2.5 മണിക്കൂറൊക്കെ ഡിലേ ആയിട്ട് 8 മണിക്കൂറിലാണ് എത്താറുള്ളത്. ഞങ്ങൾ അത് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുക ബുക്ക് ചെയ്ത് വെച്ചത്. അത്രയുള്ള ഒരുപാട് സമയം ഉണ്ടല്ലോ. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ യാത്ര അത് പിന്നെ അങ്ങനെയല്ലേ കിട്ടുള്ളൂ. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഇന്ന് മാത്രം ഹെവി ഡിലേ. അപ്പം മിക്കവാറും ഇപ്പൊ ഈ ഒരു ആപ്പിൽ കാണിക്കുന്നത് 10:50 11 മണിയോട് കൂടിയാണ് തിരുനെൽവേലി എത്തുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ 50-50 എന്ന് പറയാൻ പറ്റില്ല. ഒന്നുമില്ല, കിട്ടി അതാണ്. ഇല്ല, കിട്ടിയാ കിട്ടി, പോയാ പോയി എന്ന് പറയല്ല, അതുപോലെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഞങ്ങളത് ക്യാൻസൽ ഒന്നും ചെയ്തിട്ടില്ല. കാരണം കൺഫേം സീറ്റ് ബർത്ത് അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോകുന്നത് പാലരിക്കായിരിക്കും. അല്ലെങ്കിൽ അത് പോട്ടെ, ട്രെയിൻ അതിൽ മിസ് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ പോകുന്നത് നമ്മുടെ മധുര പുനരൂർ വണ്ടിക്ക് കയറി നേരെ തിരുവനന്തപുരം, അവിടെ നേരെ സമ്പർക്രാന്തി. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ ഇപ്പോൾ ഉള്ളത്. ട്രെയിൻ ഇപ്പം ഇതാ വീണ്ടും നിർത്തിയിട്ടാ. ഈ നമുക്ക് പിന്നെ ഒരു ഹോപ്പ് ഉള്ളത് ഈ വാഞ്ചി മണിയാഞ്ചി ജംഗ്ഷൻ തിരുനെൽവേലിയിലേക്ക് 29 കിലോമീറ്ററേ പോകാനുള്ളൂ. അതിന് കൊടുത്ത സമയം കണ്ട ആ ഒരു ടൈം ക്ലിയർ ചെയ്യുമ്പോൾ എത്തുവാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും അതും കൂടി ഇല്ലാതെയാവും. ഇവിടെ ട്രാക്കിന്റെ പണിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. പാലരുവി എക്സ്പ്രസ്സിലെ ഞങ്ങളുടെ ടിക്കറ്റ് ഇതാണ് കേട്ടോ. S5 27:30, 2 അപ്പുറത്താണ് ഞങ്ങളുടേത്. ഇപ്പോൾ 1:49. ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ 8 മണിക്കൂർ മുന്നെയാണ് ചാർട്ട് പ്രിപ്പയർഡ് ആവുന്നത്. ഈ പാലരുവി എക്സ്പ്രസിൻ്റെ ചാർട്ട് പ്രിപ്പയർഡ് ആവുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഇനി ശരിക്കും പറയുകയാണെങ്കിൽ 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ടിക്കറ്റ് ക്യാൻസലാക്കുവാണെങ്കിൽ ഒരു ടിക്കറ്റിൽ നിന്ന് 120 രൂപ പോകും. അപ്പോൾ 2 ടിക്കറ്റിൽ നിന്ന് ഏകദേശം 240 രൂപയോളം പോകും. ബാക്കി നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ചാർട്ട് പ്രിപ്പയർഡ് ആയതിനു ശേഷമാണെങ്കിൽ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല, 0 ആണല്ലോ റീഫണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇത് ക്യാൻസൽ ചെയ്യുകയാണ്. 2 അപ്പുറത്താണ്, എന്ത് പറയാ.
ക്യാൻസലാക്കാൻ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇനി ഉണ്ടല്ലോ തിരുനെൽവേലി എത്തിയിട്ട് തിരുവനന്തപുരം പോയിട്ട് അവിടുന്ന് സമ്പർക്രാന്തിക്ക് ഇനി പോവാം. ഇനിയിപ്പോൾ 11 മണിക്ക് മുമ്പ് എത്തുവാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ആണ് ഈ കടന്നു വരുന്നത്. മറ്റന്നാൾ രാവിലെ മാത്രമേ ഇത് ടാറ്റാനഗറിലെത്തുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിക്കാം. ഒരുപാട് ലേറ്റായി. സേലത്ത് ഇവിടെ ഫുഡ് ട്രാക്ക് ഉണ്ട്. ഇവിടെ നിന്നാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇതാ നാവി വാങ്ങിച്ചിട്ട് വരികയാണ്. ഓക്കെ വേഗം പോവാം. കുറച്ച് നേരമായി ഇപ്പോൾ ഇവിടെ വണ്ടി വന്നിട്ട്. സേലത്ത് നിന്ന് ഞങ്ങൾ വാങ്ങിച്ചത് ചിക്കൻ ബിരിയാണിയാണേ. ഒരു പീസ് ചിക്കൻ ഉണ്ട്, റൈസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ റൈസും ഉണ്ട്. ഈ ഒരെണ്ണത്തിനായത് 100 രൂപയാണ്. ട്രെയിൻ ഇപ്പോൾ ഈറോഡ് എത്താനായി. ഇനി നമുക്ക് പോകാനുള്ള കരൂർ ട്രിച്ചി ലൈൻ ഇതാണ്. ഇനി ഇവിടുന്ന് ലോക്കോ റിവേഴ്സൽ ഉണ്ട്. 4:05 ട്രെയിൻ ഇപ്പോൾ ഈറോഡ് ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇനി ഇവിടുന്ന് ക്രൂ ഒക്കെ മാറും. ലോക്കോ നമുക്ക് എന്തായാലും കാണാം. നിലവിലിപ്പം ഈറോഡിൻ്റെ WAP7 ആണ് ലോക്കോമോട്ടീവ്. അതിപ്പോൾ അവിടുന്ന് റിമൂവ് ചെയ്യും. ഇവിടെ 10 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. ഈ നവയുഗ് എക്സ്പ്രസും ഈറോഡുമായിട്ടൊരു ബന്ധമുണ്ട്. അത് ഇവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഇനി അറ്റാച്ച് ചെയ്യുന്ന ലോക്കോമോട്ടീവ് ഏതാണെന്നൊക്കെ നോക്കാം. എന്തായാലും WAP7 തന്നെ ആയിരിക്കും. ഇത് ഏത് ലോക്കോമോട്ടീവ് ഷെഡിൻ്റെ ആണെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇവിടുന്നും ഈറോഡിൻ്റെ WAP7 തന്നെയാണ്. ഇവിടെ കപ്പിൾ ചെയ്ത് ലോക്കോമോട്ടീവ് ഇതാ ലോക്കോ ഓണായി. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2 നാഗർകോവിൽ കോയമ്പത്തൂർ എക്സ്പ്രസ് വന്നു. ഇതിൻ്റെ ലോക്കോമോട്ടീവ് ഉണ്ടോ WAG9 ആണ്. ഈ WAG9 കൂടുതലും ഗുഡ്സ് ട്രെയിനുകൾക്കാണ് യൂസ് ചെയ്യാറുള്ളത്. ലോക്കോൻ്റെ ഷോർട്ടേജ് മൂലമാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള എക്സ്പ്രസ്സുകൾക്കൊക്കെ യൂസ് ചെയ്യാറുള്ളത്. 4:30 ഈറോഡ് നിതാ ട്രെയിൻ എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കരൂർ. ഈ കരൂർ റൂട്ടില്ലേ, അതിലേക്കൂടെ തന്നെയാണ് നമ്മുടെ മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ഒക്കെ പോകുന്നത്. ഈറോഡുമായിട്ട് ഈ ഒരു ട്രെയിൻ ഒരു ബന്ധമുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അത് വേറൊന്നുമല്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ജമ്മു കാശ്മീരിലേക്ക് ആകെ ഒരു വണ്ടി മാത്രമാണുള്ളത്. കന്യാകുമാരിയിൽ നിന്ന് കട്ടറിലേക്ക് പോകുന്ന ഹിമസാഗർ. അത് കൂടുതലായിട്ട് തെക്കൻ കേരളക്കാർക്കാണ് പ്രയോജനപ്പെടുക. പാലക്കാട് വഴിക്ക് പോകുന്ന വണ്ടിയാണല്ലോ. പക്ഷേ നമ്മൾ വടക്കൻ ജില്ലക്കാർക്ക് കൂടി ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഏത് ഡയറക്റ്റ് ആയിട്ട് ജമ്മു കാശ്മീരിലേക്ക്. ആ ഒരു ട്രെയിനാണ് നവയുഗ് എക്സ്പ്രസ്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ആ ഒരു വണ്ടിയില്ല. അത് ഇല്ലാത്തതിൻ്റെ ഒരു കാര്യമില്ലേ, അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ട്രെയിൻ നമ്പർ 16687, അതുപോലെ തന്നെ 16688, ഇതാണ് ആ ഒരു ട്രെയിനിൻ്റെ നമ്പർ വന്നിട്ടുണ്ടായത്. ഇപ്പം 166 പകരം 167 വന്നു, പുതിയ ഒരു നവയുഗിൻ്റെ കാര്യമായിട്ട്. അപ്പോൾ ആ ഒരു വണ്ടി എന്ന് വെച്ചാൽ മംഗലാപുരത്ത് നിന്ന് എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 5:05 പുറപ്പെട്ടിട്ടുണ്ടായത്. അതേസമയം തിരുനെൽവേലിയിൽ നിന്ന് 5:40 മറ്റൊരു വണ്ടി പുറപ്പെടുന്നുണ്ട്. ഈ 2 വണ്ടികളും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് ചൊവ്വാഴ്ച വെളുക്കുന്ന ഒരു 2:55 ആകുമ്പോൾ ഈറോഡ് എത്തും. എന്നിട്ട് അവിടുന്ന് ലിങ്ക് ചെയ്തിട്ട് നേരെ ജമ്മുതാവിലേക്ക് പോകും. അതാണ് നവയുഗ എക്സ്പ്രസ് ആയിട്ട് ഉണ്ടായത്. അപ്പോൾ ഇതേപോലെ പുറപ്പെട്ട് കഴിഞ്ഞാൽ വ്യാഴാഴ്ച രാവിലെ ഒരു സമയത്താകുമ്പോഴത്തേക്കും എവിടെ എത്തും? ജമ്മുതാവി. അന്ന് ജമ്മുതാവി വരെയാണ് സർവീസ് ഉണ്ടായത്. പിന്നീട് എന്ത് ചെയ്യാം, കട്ര റെയിൽവേ സ്റ്റേഷൻ 2014 ഓപ്പൺ ആയത്. ആ ഒരു സമയത്ത് ജമ്മുതാവിൽ നിന്ന് കട്ടറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടായി. അതേപോലെ തിരിച്ചു വരുന്നത് വ്യാഴാഴ്ച അവിടുന്ന് രാത്രി 10:30 പുറപ്പെട്ടിട്ട് ഈറോഡ് എത്തുന്ന വരെ, ഞായറാഴ്ച രാവിലെയാണ് ഈറോഡ് എത്തുക. അവിടുന്ന് ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ആവും. നമ്മുടെ എന്താ പറയുക, പണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് രാജറാണി അമൃത എക്സ്പ്രസും ലിങ്ക് ചെയ്തിട്ട് ഷൊർണൂർ വരെ വരാറില്ലേ. എന്നിട്ട് ഷൊർണൂർ വന്ന ശേഷം അവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് നിലമ്പൂർ റോഡിൽ പോകും. അതുകൊണ്ട് ബാക്കിയൊന്ന് പാലക്കാട് പോകില്ലേ. അതേപോലെ ഈ റോഡിൽ നിന്ന് ഞായറാഴ്ച രാവിലെ എത്തി കഴിഞ്ഞാൽ ഒരു വണ്ടി നവയുഗ നേരെ നമ്മുടെ മംഗലാപുരം ഭാഗത്തേക്ക് പോകും, മറ്റേ വണ്ടി നേരെ തിരുനെൽവേലി. അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷേ ഇത് കൊറോണ സമയം വരാണ് ഉണ്ടായത്. കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് എല്ലാ വണ്ടികളും നിർത്തലാക്കി. അപ്പോൾ ഈ നവയുഗം നിർത്തലാക്കി. ശേഷം എന്ത് ചെയ്യുക, വീണ്ടും വണ്ടികൾ ഓടി തുടങ്ങിയ സമയത്ത് എന്താ പറയുക, എല്ലാ വണ്ടികളും പുനരാരംഭിച്ചു. ഇതേപോലെ നവയുഗ എക്സ്പ്രസും പുനരാരംഭിച്ചു. ലിങ്കായിട്ട് പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ തിരുനെൽവേലിയിൽ നിന്ന് വണ്ടി മാത്രമാണ് ഓടാൻ തുടങ്ങിയത്. പക്ഷേ മംഗലാപുരത്ത് നിന്നുള്ള വണ്ടി ഓടാൻ തുടങ്ങിയതേയില്ല. എന്നാൽ പിന്നെ ഈ ഒരു ഓടാൻ വേണ്ടിയിട്ട് ആരും തന്നെ എന്താ പറയുക, ഒരു ജനപ്രതിനിധികളായും ആരും തന്നെ എന്താ പറയുക രംഗത്ത് വന്നിട്ടില്ല. നമ്മുടെ കേരളത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പം നിലവിലിപ്പം മംഗലാപുരത്തില്ല നവയുഗം ഓടുന്നില്ല. അതിനി ഓടുകയോ എപ്പം മുതൽ ഓടിത്തുടങ്ങുമോ ഒന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എന്താ പറയുക, നിർത്തി തന്നെ വേണം പറയാം.
ശരിക്കും ഈ ഒരു നവീകരണം കൊണ്ടിട്ട് നമ്മുടെ ഈ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലക്കാർക്കാണ് കൂടുതൽ എന്താ പറയുക പ്രയോജനം എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ജമ്മു കാശ്മീരൊക്കെ കുറച്ച് വളർന്നിട്ടാണെങ്കിലും ഡയറക്റ്റായിട്ട് ഒരു വണ്ടിയായി. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നാഗ്പൂരേക്ക് നമ്മുടെ മലബാർ ഭാഗത്തുനിന്ന് ഒരൊറ്റ വണ്ടിയില്ല, ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ വിജയവാഡയിലേക്ക് ഇപ്പോൾ നിലവിൽ സാന്ദ്രകാച്ചി വിവേക് ഉണ്ട്. അതിന് പറഞ്ഞ് ഈ ഒരു വണ്ടി നമുക്ക് നല്ലൊരു ഉപകാരമായിരുന്നു. എന്ത് ചെയ്യാം, അതിന് ഓടുമെന്ന് പോലും പറയാൻ പറ്റില്ല. അതവിടെ കിടക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ആ വണ്ടിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ വണ്ടി ഇപ്പം പോകുന്നത് ഇപ്പം തിരുനെൽവേലിക്ക് വന്ന നവീകമാണെങ്കിൽ 3633 കിലോമീറ്ററാണ് ഓടുന്നത്. അതാണെങ്കിൽ 3686 കിലോമീറ്ററാണ് ഓടുന്നത്. അതായത് കുറച്ചൊരു 50 ചില്ലറ കൂടുതലായിട്ട് വരും. മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്, അത് 14 സ്റ്റേറ്റ് വഴിയാണ് ഓടുന്നത്, കേന്ദ്രഭരണ പ്രദേശം അടക്കം. നമ്മളത് 11 സ്റ്റേറ്റാണ് വരുന്നത്. അത് കൂടുതൽ പോകുന്നതെന്ന് പറഞ്ഞാൽ കേരളം, കർണാടക, മാഹി വഴി പോകുന്നുണ്ട്, പുതുച്ചേരി. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ആ ഒരു വണ്ടിക്കുണ്ട്. എന്ത് പറഞ്ഞാലും നമ്മുടെ മംഗലാപുരം നവയോഗം ഇല്ലാത്തത് നല്ലൊരു അടി തന്നെയാണ് മലബാറുകാർക്ക്. 5:27 ട്രെയിൻ ഇപ്പോൾ കരൂർ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് അമരാവതി നദി, അതിലൂടെയാണ് റോഡ്. ഇനി അടുത്ത സ്റ്റോപ്പ് ട്രിച്ചി. ഈ റൂട്ട് സിംഗിൾ ലൈൻ ആണ്. ട്രെയിൻ ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ നിർത്തി. ഒരു ട്രെയിൻ വരാനുണ്ട്, മയിലാടുതുറയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ജനശതാബ്ദി. ഏഴ് 17 ട്രെയിൻ ഇപ്പോൾ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ ഉച്ചയ്ക്ക് 12:30 എത്തേണ്ട വണ്ടിയാണ്. ഇത്രയും ഡിലേ. ട്രിച്ചി TPJ എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. തിരുച്ചിറപ്പള്ളി, ഇവിടെ ട്രെയിന് 10 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് തിരുച്ചിറപ്പള്ളി. മെയിനായിട്ട് പറയേണ്ടത് കണക്ടിവിറ്റി തന്നെയാണ്. പിന്നെ ഇവിടെ നല്ല ഫുഡൊക്കെ കിട്ടും, റിട്ടയറിംഗ് റൂം സൗകര്യമുണ്ട്, എന്തുകൊണ്ട് അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് രാത്രിക്കുള്ള ഫുഡ് വാങ്ങിക്കാൻ നോക്കാം. ഇവിടെ 4 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ ബംഗളൂരു മധുരൈ വന്ദേ ഭാരത്. മിക്കവാറും ഇത് പോയിട്ടേ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുക്കാനുള്ള സാധ്യതയുള്ളൂ. ട്രിച്ചിയിൽ തന്നെ രാത്രി കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിച്ചേ ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്. 4 എണ്ണം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്. ഈ ഇഡ്ഡലിൻ്റെ സെറ്റിന് 40 രൂപയാണ് ആയത്. അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു വട കൂടെ വാങ്ങിച്ചു. 7:45 ഇപ്പോൾ ട്രിച്ചിന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഇതാണ് 1 നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂമൊക്കെ ഉള്ളത്. ഇവിടെ ഇപ്പം കാരയ്ക്കൽ എറണാകുളം ടീ ഗാർഡൻ എക്സ്പ്രസ് വരും. അത് ഏകദേശം ഇവിടത്തേക്ക് എത്താനായി. വന്ദേ ഭാരത് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയി. ഇനി അടുത്ത സ്റ്റോപ്പ് ഡിണ്ടിഗൽ. ഇനി ഇന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഉച്ചക്ക് കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണല്ലോ. കുറച്ച് എരിവുണ്ടായിരുന്നു, പക്ഷെ ഭക്ഷണമൊക്കെ കൊള്ളാം. ഇപ്പൊ കഴിച്ചത് ചെറിയ പൈസക്ക് നല്ല ഭക്ഷണം. അതാണ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയാൽ നമുക്ക് കിട്ടുക. പക്ഷെ അതിൽ കാട്ട്പാടിൽ നിന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം അത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഈ ട്രിച്ചിയിൽ വന്നാലും തിരുനെൽവേലിയിൽ പോയാലും മറ്റേത് ഭാഗത്ത് പോയാലും നല്ല ഭക്ഷണം തന്നെയാണ് ചെറിയ പൈസക്ക് കിട്ടുക. 8:53 ട്രെയിൻ ഇപ്പോൾ ഡിണ്ടുഗൽ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. 9:13 ട്രെയിൻ ഇപ്പോൾ കൊടൈക്കനാൽ റോഡ് സ്റ്റേഷനിലേക്ക് എത്തിയ. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടുന്ന് കൊടൈക്കനാലിലേക്ക് 80 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. അടുത്തത് ഇനി മധുരൈ ജംഗ്ഷൻ. 9:44 ട്രെയിൻ ഇപ്പോൾ മധുരൈ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. 3 നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഒന്നതാണ്. അവിടുന്ന് ഇപ്പോൾ അനന്തപുരി പോയതേ ഉള്ളൂ, കൊല്ലം ചെന്നൈ. ഈ ട്രെയിനിൽ ഇവിടുന്ന് കയറാൻ അധികം ആൾക്കാരൊന്നും ഇല്ലാന്ന് തന്നെ പറയാം. കാരണം ഇത് വൈകിട്ടാണല്ലോ എത്തിയത്.
അതാണ് മെയിൻ പ്രശ്നം. മധുരയിൽ 5 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട ഭാഗമൊക്കെ ഇവിടെയാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ നവീകരണം നടക്കുകയാണ്. ഇനി ഈ ഒരു കോച്ചിന്റെ അകത്തെ തിരക്കൊക്കെ നമുക്കൊന്ന് കാണാം. ഓൾമോസ്റ്റ് എല്ലാം എംപ്റ്റി ആയി തന്നെ പറയാം. ഈ ഭാഗത്തൊന്നും ആരുമില്ല, ഇതൊക്കെ മൊത്തം വേക്കൻ്റ് ആണേ. പിന്നെ ഇവിടെയുണ്ട് ഒരു റോയിൽ കുറച്ച് ആൾക്കാർ, പിന്നെ അവിടെയുണ്ട്. ഇവരൊക്കെ കന്യാകുമാരി ഭാഗത്തേക്ക് പോകുന്നവരാണേ. ഇവര് അങ്ങ് പിന്നെ ജമ്മു താവി ആ ഭാഗത്തിലേക്ക് കയറി തന്നെ തോന്നല്ലേ. ജമ്മു അതുപോലെ തന്നെ UP ഭാഗത്ത് നമ്മുടെ എന്താ പറയാ ഡൽഹി ഭാഗത്തൊക്കെ കയറി ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ നമ്മുടെ സൗത്ത് ഇന്ത്യയിലത്തെ ഒരുപാട് തീർത്ഥാടന സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ട ആൾക്കാരാണ്. നമ്മൾ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, 9:50 ആവാനായി. എങ്ങനെയുണ്ട് യാത്ര? 1 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ടല്ലോ. അല്ല, അത് കിട്ടൂല, നമുക്ക് നേരത്തെ അറിയാമല്ലോ. ഇന്ത്യയിൽ ഏറ്റവും ദൂരത്തിൽ ഓടുന്ന ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ ആ ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ഓടുന്ന ഒന്നാമത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് ആസാമിലെ ദിബ്രൂഡിലേക്ക് 4153 കിലോമീറ്റർ ഓടുന്ന വിവേക എക്സ്പ്രസ് ആണ്. രണ്ടാമത്തെ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ആസാമിലത്തെ സിൽച്ചറിലേക്ക് 3915 കിലോമീറ്റർ ഓടുന്ന അർണോ എക്സ്പ്രസ് ആണ്. മൂന്നാമത്തെ ട്രെയിൻ എന്ന് പറയുന്നത് കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കാശ്മീരിലെ കട്രയിലേക്ക് 3788 കിലോമീറ്റർ ഓടുന്ന ഹിമസാഗർ എക്സ്പ്രസ് ആണ്. നാലാമത്തെ ട്രെയിനിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലെ കട്രയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് 3633 കിലോമീറ്റർ ഓടുന്ന നവീവ് എക്സ്പ്രസ്. അഞ്ചാമത് വരുന്നത് ത്രിപുരയിലത്തെ അഗർത്തലയിൽ നിന്നും കർണാടകയിലെ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഹംസഫറാണ്. 3554 കിലോമീറ്റർ ആണ് ആ ട്രെയിൻ ഓടുന്നത്. ഇപ്പൊ ഈ ഒരു ട്രെയിനിൽ നമ്മുടെ യാത്ര ചെയ്ത് തിരുനെൽവേലി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആദ്യത്തെ 1 മുതൽ 5 സ്ഥാനം വരുന്ന മുഴുവൻ ട്രെയിനിലും യാത്ര ചെയ്ത ഒരു എന്താ പറയാ റെക്കോർഡ് എന്ന് പറയുവാണെങ്കിൽ. അതുപോലെ തന്നെ 6-ാമതും 7-ാമതൊക്കെ വരുന്ന ട്രെയിൻ പറയുവാണെങ്കിൽ 6-ാമത് വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ന്യൂ തിൻസുക്കിയിലേക്ക്, ആസാമിലത്തെ സ്ഥലമാണ്, അവിടത്തേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണ്. അതുപോലെ തന്നെ 7-ാമത് വരുന്നത് രാജസ്ഥാനത്തെ ഫിറോസ്പൂർ കണ്ടോൺമെന്റിൽ നിന്ന് രാമേശ്വരത്തേക്ക് വരുന്ന ഒരു ഹംസഫറാണ്. ഈ പറഞ്ഞ 6ഉം 7ഉം വരുന്ന സ്ഥാനത്ത് വരുന്ന 2 വണ്ടികൾ ഏകദേശം സെയിം കിലോമീറ്റർ തന്നെയാണ് ഓടുന്നത്. അതുപോലെ തന്നെ ഈ 8-ാമത്തെ സ്ഥാനം വരുന്നത് കോയമ്പത്തൂരിൽ നിന്ന് സിൽച്ചറിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണ്. 9-ാമത്തെ സ്ഥാനം വരുന്നത് എറണാകുളത്ത് നിന്ന് ബീഹാറിലത്തെ ബറോണിലേക്ക് പോകുന്ന രത്തിസാഗർ എക്സ്പ്രസ് ആണ്. 10-ാമത്തെ സ്ഥാനം വരുന്നത് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് നിന്ന് അമൃത്സറിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഇല്ലേ, സൂപ്പർ ഫാസ്റ്റ്. അപ്പൊ അതിനാണ് 1 മുതൽ ഇപ്പൊ 10 വരെ ഒരു സ്ഥാനം ഏകദേശം മനസ്സിലായല്ലോ. ഇതിലുണ്ടല്ലോ അപ്പം 6, 7, 8 സ്ഥാനം വരുന്ന 3 ട്രെയിനുകൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 3 ട്രെയിനുകൾ ഒഴികെ ബാക്കി എല്ലാത്തിലും കയറിയ ഒരു എന്താ പറയാ, അതിലെല്ലാത്തിലും യാത്ര ചെയ്തു എന്നാണ് പറയാം. 10:28 ട്രെയിൻ ഇപ്പോൾ വിരുദുനഗർ ജംഗ്ഷനിലേക്ക് ഇതാ എത്തി. അണ്ടർസോളിലൊന്നും കയറാൻ ആരുമില്ല, ഇവിടെ ഒന്നും തിരക്കേ ഇല്ല. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. കട്രയിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് ഈ ട്രെയിനിന്റെ ശരിയായ പാത വഴി വരികയാണെങ്കിൽ ആകെ ഓടേണ്ട ദൂരം 3633 കിലോമീറ്റർ ആണ്. ഈ ട്രെയിൻ ഇപ്പോൾ വഴിതിരിച്ച് വിട്ടതുകൊണ്ട് 202 കിലോമീറ്റർ കൂടുതൽ ഓടി. അതുകൊണ്ട് 3835 കിലോമീറ്റർ ആണ് ആകെ ഓടുന്ന ദൂരം. അപ്പോൾ ഇത്രയും കിലോമീറ്റർ വന്നല്ലോ. ഹിമസാഗർ എക്സ്പ്രസിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഓടി. പക്ഷേ ഹിമസാഗർ എക്സ്പ്രസും ഇതുപോലെ വഴിതിരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതും ഏകദേശം 202 കിലോമീറ്ററോളം ഓടിയല്ലോ. അപ്പം അത് തന്നെയാണ് ഏറ്റവും കിലോമീറ്റർ ഓടുന്നത്. അപ്പോൾ ഈ ഒരു 3835 കിലോമീറ്റർ ആണ് ഇത്തവണ കട്രയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് ഈ നവയുഗം എടുത്ത ആകെ ദൂരം. 11:35 വാഞ്ചി മണിയാച്ചി ജംഗ്ഷൻ. ഇവിടുന്നാണ് തൂത്തുക്കുടിയിലേക്കുള്ള ഒരു ലൈൻ പോകുന്നത്. തിരുനെൽവേലി എത്തുന്നതിന് മുന്നേയുള്ള സ്റ്റേഷനാണ്. ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിൽ നിന്നും യാത്ര ചെയ്ത് നമ്മളിതാ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 12 മണിയായി. അതായത് നമ്മൾ അവിടുന്ന് കയറിയ ദിവസവും ഇതാ ഇപ്പോഴും എത്ര ദിവസമായി. വ്യാഴാഴ്ച രാത്രി കയറിയതാണ്, ഇന്ന് തിങ്കളാഴ്ചയായി. ശരിക്കും 5 ദിവസമാണ് ഈ ട്രെയിനിൽ ഞങ്ങള്. എന്താല്ലേ, 3 രാത്രികള് ഞങ്ങൾ കിടന്നുറങ്ങിയ 2 ബെർത്തുകളാണിത്. അപ്പോൾ ഇതിനോടൊക്കെ വിട പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും ടോയ്ലറ്റിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരം തന്നെയാണ്. ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങാം. തിരുനെൽവേലി ജംഗ്ഷൻ. അപ്പോൾ ഈ ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് മധുരൈ ഡിവിഷൻ്റെ വണ്ടിയാണ്. അതായത് ഇവിടെയുള്ള വണ്ടി തന്നെയാണ്. ഇന്ന്
തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം 5:40 തന്നെ ഇത് തിരിച്ച് കട്രയിലേക്ക് പോകും. അവിടെ വ്യാഴാഴ്ച രാവിലെ തന്നെ എത്തും. ശരിക്കും ഇതൊരു 1.5 വണ്ടി തന്നെയാണ്. ഇനിയിപ്പം നമുക്ക് നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോവാം. 12 മണിക്ക് ശേഷമുള്ള തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ചയാണ്. ഒരുപാട് ഓട്ടോകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ബസ്സൊക്കെ കിട്ടും. ഈ സമയത്തില്ല, പകലെല്ലാ സമയത്തും ഉണ്ട്. ടൗൺ ഭാഗമൊക്കെ ഇങ്ങോട്ടാണ്. 73.5 മണിക്കൂറാണ് നമ്മൾ ഇന്ന് നവയുഗ എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്തത്. ശരിക്കും പറഞ്ഞാല് നമ്മൾ അവിടുന്ന് വ്യാഴാഴ്ച രാത്രി കയറിയാണെങ്കിൽ വ്യാഴാഴ്ച രാത്രി, വെള്ളി, ശനി, ഞായർ, ഇന്നിതാ തിങ്കളാഴ്ചയായി. വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പാലരുവി എക്സ്പ്രസ് ഇല്ലേ, അതൊക്കെ എവിടെയോ എത്തി. അത് ശരിക്കും പറഞ്ഞാൽ ക്യാൻസൽ ആക്കിയത് ഉപകാരമായില്ലേ? അല്ല, അത് നമുക്ക് ചെറിയ പറ്റിയൊരു മിസ്റ്റേക്ക് ആയി പോയി. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും നോർത്ത് നിന്നല്ലേ വരുന്ന വണ്ടിയാണല്ലോ, മണിക്കൂറുകൾ ലേറ്റ് ആവും. ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പോയി. ഞങ്ങള് വേറെ വണ്ടി ബുക്ക് ചെയ്തു. അതായത് മധുരയിൽ നിന്ന് പുനലൂരിലേക്കുള്ള വണ്ടിയില്ലേ, അതിൽ സ്ലീപ്പർ ക്ലാസ് കറണ്ട് വഴി ബുക്ക് ചെയ്തു തിരുവനന്തപുരത്തേക്ക്. അവിടുന്ന് പിന്നെ സമ്പർക്രാന്തിക്കും കറണ്ട് ബുക്കിംഗ് വഴി നമുക്ക് ടിക്കറ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചയാണ് അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന 4ാമത്തെ ട്രെയിനിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ.